ഹായ് ഫ്രണ്ട്സ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC എല്ലാ വർഷവും +2 യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി നടത്തുന്ന പരീക്ഷയാണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷ SSC CHSL. +2 പാസ്സായവർക്ക് കേന്ദ്ര സർക്കാരിൽ അവസരം ലഭിക്കുന്ന ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് 5/3/2019 മുതലാണ്. ഇതിനുള്ള അവസാന തീയതി 5/4/2019 വരെയാണ്. പ്രധാനമായും 3 ഘട്ടങ്ങളിലായി ആണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത്. 1 ടയർ 1, 2 ടയർ 2, 3 ടയർ 3, അവസാനം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. പ്രധാനമായും 4 തസ്തികകളിലേക്കാണ് SSC ഈ ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത്. 1 ലോവർ ഡിവിഷൻ ക്ലാർക്ക് LDC, അതുപോലെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. 2 പോസ്റ്റൽ അസിസ്റ്റന്റ്, അതുപോലെ സോർട്ടിംഗ് അസിസ്റ്റന്റ്. 3 ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. 4 ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A. ഇതിൻ്റെ ഗ്രേഡ്, ശമ്പള സ്കെയിൽ എന്നിവ ഇവിടെ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെ ആകെ ഒഴിവുകളെ പറ്റിയുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. പുറകാലെ ഈ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെ വിശദമായ നോട്ടിഫിക്കേഷൻ, ഓൺലൈൻ അപേക്ഷ എന്നീ കാര്യങ്ങൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.ssc.nic.in എന്ന സൈറ്റിൽ ലഭിക്കുന്നതാണ്. ഇനിയും ആർക്കൊക്കെയാണ് ഇതിനെ അപേക്ഷിക്കുവാൻ കഴിയുന്നത് എന്ന് നോക്കാം. 1 ഇന്ത്യൻ പൗരനായിരിക്കണം. 2 പ്രായപരിധി 18നും 27 വയസ്സിനും ഇടയിലായിരിക്കണം. വയസ്സ് കണക്കാക്കുന്നത് 1/8/2019 മുതലാണ്. അതായത് 2/8/1992നും 1/8/2001നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC, ST, OBC, PWD തുടങ്ങിയവർക്ക് നിയമാനുസൃതമായ ഇളവ് പ്രായപരിധിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 യോഗ്യത ആണ് ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ ഡേറ്റ എൻട്രി പോസ്റ്റിന് അപേക്ഷിക്കുന്നവർക്ക് +2വിന് സയൻസ് എടുത്തവരും അതിൽ തന്നെ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായി പഠിച്ചവരുമായിരിക്കണം. 1/8/2019 മുമ്പ് ഈ +2 യോഗ്യത നേടിയിരിക്കേണ്ടതാണ്. ഇനിയും ഇതിൻ്റെ അപേക്ഷാ ഫീസ് എങ്ങനെയെന്ന് നോക്കാം. 100 രൂപയാണ് ഇതിന് അപേക്ഷിക്കുവാനുള്ള ഫീസ്. എന്നാൽ സ്ത്രീകൾ, SC, ST, ശാരീരിക വൈകല്യമുള്ളവർ, എക്സ് സർവീസ്മെൻ എന്നീ വിഭാഗക്കാർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, SBI ചെല്ലാൻ എന്നീ രീതിയിൽ ഫീസ് അടയ്ക്കുവാൻ കഴിയുന്നതാണ്. ഇനിയും ഈ പരീക്ഷയുടെ എക്സാം സെൻറ്റർ കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കും. അടുത്തത് ഇതിൻ്റെ പരീക്ഷാ രീതി. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നടക്കുന്നത്. 1 ടയർ 1, ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. 60 മിനിറ്റ് ദൈർഘ്യമുള്ള 100 ക്വസ്റ്റ്യൻസ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം, ആകെ 200 മാർക്കാണ് ഉള്ളത്. അതിൽ ചോദിക്കുന്നത് 4 ഭാഗങ്ങളിൽ നിന്നായിരിക്കും. 1 ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതായത് ബേസിക് നോളജ്. 25 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്, അതിന് 50 മാർക്ക്. 2 ജനറൽ ഇൻ്റലിജൻസ്, അതും 25 ചോദ്യം, അതിനും 50 മാർക്കാണ് ഉള്ളത്. 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് ബേസിക് അരിത്മെറ്റിക് സ്കിൽ, 25 ചോദ്യം, അതിനും 50 മാർക്ക്. 4 ജനറൽ അവയർനെസ്, അതും 25 ചോദ്യം, 50 മാർക്ക്. അങ്ങനെ ആകെ 100 ചോദ്യങ്ങൾ, 200 മാർക്ക്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും വിശദമായ സിലബസ് നിങ്ങൾക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. അതായത് ഓരോ തെറ്റുത്തരത്തിനും 0.5 മാർക്ക് കുറയുന്നതാണ്. ഇതിൻ്റെ 2ാം ഘട്ടം, അതായത് ടയർ 2 ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ആയിരിക്കും. ഇത് 100 മാർക്കിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ടയർ 1ൽ നിശ്ചിത ശതമാനം മാർക്ക് ലഭിക്കുന്നവരായിരിക്കും ടയർ 2വിലേക്ക് കടക്കുന്നത്. സമയം 1 മണിക്കൂർ. പേനയും പേപ്പറും തരുന്നതായിരിക്കും. അതിൽ 200-250 വേർഡ്സിൽ എഴുതുവാനുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, 100-150-200 വാക്കുകളിൽ എഴുതാനുള്ള ലെറ്റർ, ആപ്ലിക്കേഷൻ തുടങ്ങിയ ക്വസ്റ്റ്യൻസുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ടയർ 2 പരീക്ഷയ്ക്ക് ജയിക്കുവാനുള്ള മിനിമം മാർക്ക് 33 ആണ്.
ഫൈനൽ മെറിറ്റ് തയ്യാറാക്കുമ്പോൾ ഇതിന് ലഭിച്ച മാർക്കിന്റെ മെറിറ്റ് കൂടി കണക്കാക്കുന്നതാണ്. മൂന്നാം ഘട്ടത്തിലാണ് സ്കിൽ ടെസ്റ്റ് നടക്കുക. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിന് അപേക്ഷിക്കുന്നവർക്ക് മണിക്കൂറിൽ 8000 കീ ഡിപ്രഷൻ പെർ ഹവർ ആണ് വേണ്ടത്. ഡേറ്റ എൻട്രി സ്പീഡ് വേണ്ടത്. സമയം 15 മിനിറ്റാണ് ലഭിക്കുന്നത്. അതുപോലെ മറ്റ് പോസ്റ്റുകൾക്ക് പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നിവർക്ക് കമ്പ്യൂട്ടർ 35 വാക്ക് ഇംഗ്ലീഷും 30 വാക്ക് ഹിന്ദിയും പെർ മിനിറ്റ് ടൈപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഏതിൽ ഒന്നിലാണ് ഇതിന് കഴിവ് വേണ്ടിയത്. പരീക്ഷയുടെ സമയത്ത് അതിനു മുമ്പ് ഇത് മെൻഷൻ ചെയ്യേണ്ടതാണ്. 10 മിനിറ്റ് ഉള്ള ഈ എക്സാമിൽ ടൈപ്പിൻ്റെ ആക്യുറസി ആയിരിക്കും പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിൻ്റെ ടയർ 1 എക്സാം നടക്കുന്നത് 1/7/2019 മുതൽ 26/7/2019 വരെയാണ്. അതുപോലെ ടയർ 2 എക്സാം നടക്കുന്നത് 29/9/2019 ആയിരിക്കും. ഇനിയും ഇതിനെ എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ആദ്യമായി ഒഫീഷ്യൽ വെബ്സൈറ്റായ ssc.nic.in എന്നത് ഓപ്പൺ ആക്കുക. അതിൽ ആദ്യം ഒരു 1 ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. അത് നടത്താത്തവർ ഇതിൻ്റെ താഴെയുള്ള ന്യൂ യൂസറിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന രജിസ്ട്രേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ നോട്ട് ചെയ്ത് സൂക്ഷിക്കേണ്ടതുമാണ്. അതുപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം ഈ സൈറ്റിൻ്റെ മുകളിൽ കാണുന്ന അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ അത് പുതിയ ഒരു ഹോം പേജിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അവിടെ കാണുന്ന CHSL എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ വലതുവശത്ത് കാണുന്ന അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നതോടൊപ്പം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാവുന്നതുമാണ്. അവസാനം പേയ്മെൻ്റ് ഉള്ളവർ അത് നടത്തി കഴിയുമ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പൂർത്തിയാവുന്നതാണ്. നമുക്ക് ലഭിച്ച രജിസ്ട്രേഷൻ നമ്പർ, പാസ്വേഡ് ഉപയോഗിച്ച് അഡ്മിറ്റ് കാർഡ് പിന്നീട് ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഇനിയും 3 മാസത്തോളം ലഭിക്കുന്നതാണ്. മുൻപ് ഈ പരീക്ഷ എഴുതി പരാജയപ്പെട്ടവരും അതുപോലെ പുതുതായി എഴുതാൻ ആഗ്രഹിക്കുന്നവരും ഇതിനെ മത്സരബുദ്ധിയോടെ കണ്ട് ഇപ്പോഴേ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പുകൾ നടത്തുക. ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ്.